അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തർബിയ മീഡിയയുടെ അറിയാത്തറിവുകൾ എന്ന പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അല്ലാഹു ഖൈറാത്തുകൾ ചുരുങ്ങി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ അറിയാത്തറിവുകളിൽ നാം മോതിരം ധരിക്കുന്നവരുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങൾ ധരിക്കൽ അത് മോതിരം മാത്രമാണ്, അതും വെള്ളി മോതിരം മാത്രമാണ് ധരിക്കൽ സുന്നത്തായിട്ടുള്ളത്. ബാക്കിയെല്ലാ ആഭരണങ്ങളും ധരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. കാരണം അത് സ്ത്രീകളോടും തഷ്ബീഹായി സ്ത്രീകളോട് നമ്മൾ സാദൃശ്യമാകാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ ധരിക്കുന്ന മാലയും കമ്മലും അതുപോലെ തന്നെ മൂക്കുകുത്തിയും എല്ലാം ചില പുരുഷന്മാർ ധരിച്ചേക്കണ കാണാം. അത് ശരിയായ രീതിയല്ല, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ധരിക്കുകയും പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ ധരിക്കുകയും ചെയ്താൽ മുത്തുനബിയും അള്ളാഹും അവരെ ശപിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ആഭരണങ്ങൾ, അപ്പോൾ നമുക്ക് വെള്ളിയാണ് പുരുഷന്മാർക്ക് ധരിക്കാൻ കഴിയുന്നത്. അത് എവിടെയാണ് ധരിക്കേണ്ടത്? ഒരു വെള്ളി മോതിരം ഒരാൾ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ വലത് കൈയുടെ ചെറുവിരലിൽ അല്ലെങ്കിൽ ഇടത് കൈയുടെ ചെറുവിരലിലാണ് അദ്ദേഹം ധരിക്കേണ്ടത്. അതാണ് സുന്നത്ത്. ആ വെള്ളിക്ക് നമ്മൾ മോതിരം വെക്കുമ്പോൾ മോതിരത്തിന് ചില കല്ലുകൾ വെക്കാറുണ്ട്. അക്കീക്കത്തും അതുപോലെ ഫൈറൂസ് പോലെയുള്ള കല്ലുകൾ വെച്ച്, അത് കിതാബുകളിലൊക്കെ ഒരുപാട് മഹത്വങ്ങൾ പറയുന്ന കല്ലുകളുണ്ട്. ആ വലിയ വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ വാങ്ങിയിട്ട് മോതിരത്തിൻ്റെ മുമ്പിലേക്കായിട്ട് ഭംഗിയോടുകൂടി നമ്മൾ മോതിരത്തെ കാണിക്കാറുണ്ട്. അതിനേക്കാൾ നല്ലത് അങ്ങനെ ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല, അത് ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളം കൈയിലേക്ക് ആ മോതിരത്തിൻ്റെ കല്ലാക്കി ഇടലാണ് പ്രത്യേകം സുന്നത്ത് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പോൾ വലത് കൈയിൻ്റെ ചെറുവിരലാണ് ഏറ്റവും അഫ്ളൽ. ഇനി അതല്ല എങ്കിൽ ഇടത് കൈയിൻ്റെ ചെറുവിരലിടാം. മറ്റു വിരലുകളിൽ ഇടൽ അത് കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട്, അത് അറിവില്ലാത്തവരുടെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മഹത്തുക്കൾ ഹറാമാണെന്ന് പറഞ്ഞിട്ട്, ഈ ചൂണ്ടവിരലിലൊക്കെ ചില ശൈഖന്മാരൊക്കെ ഇട്ടടക്കനാണ്, അതൊക്കെ ഹറാമാണെന്ന് തന്നെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് മോതിരം ഇടുന്നവർ ഒളു എടുക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കേണ്ടി വരും. വെള്ളി മോതിരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റു മോതിരങ്ങളൊക്കെ ആണെങ്കിൽ വെള്ളം തട്ടുന്ന രൂപത്തിൽ തന്നെ ആവണം. അപ്പോൾ ഹറാമായ രൂപത്തിൽ മോതിരങ്ങൾ ധരിക്കാൻ പാടില്ല. സ്വർണം അതുപോലെയുള്ള മറ്റു ലോഹങ്ങളൊക്കെ മോതിരങ്ങൾ ആയിട്ടോ ധരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അതുകൊണ്ട് വെള്ളി മോതിരം ധരിക്കുമ്പോൾ തന്നെ 2 വിരലിൽ മോതിരം ധരിക്കുന്നത് കാണാം. 3 വിരലിൽ കൂടുതൽ മോതിരം ധരിക്കലത് ഹറാമാണെന്നും അത് സ്ത്രീകളെ സ്വഭാവക്കാരാണ്, അവർ വിഡ്ഢികളാണെന്നും പറഞ്ഞത് ചില മഹത്തുക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു മോതിരം ധരിക്കുക. എല്ലാ വിരലിലും മോതിരം ധരിച്ച ശൈഖന്മാരെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ദീനിൻ്റെ മസ്അലകളോടെതിരാണ്. ദീനി ശരീഅത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ മോതിരം ധരിച്ച് പുരുഷന്മാർ മുന്നേറാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അതുപോലെ തന്നെ ചെറിയ മക്കളൊക്കെ മാലയും കമ്മലും ഒക്കെ ധരിച്ച് നടക്കുന്നത്, ആ രീതിയൊന്നും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അത് സ്ത്രീകളുടെ സ്വഭാവമായിട്ടാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. കൊണ്ട് മോതിരമിടുന്നവർ അതുപോലെ സുന്നത്തായ രൂപത്തിൽ ചെറുവിരലിലിട്ട് അതെന്നെ ഉള്ളിലേക്കാക്കിയിട്ട് ആ സുന്നത്തുകളൊക്കെ നേടാൻ വേണ്ടി ശ്രമിക്കുക. മുത്തുനബിയുടെ സുന്നത്ത് അനുധാവനം ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ മസ്അല നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കുറേ മോതിരങ്ങൾ വാങ്ങിയിടുന്ന രീതിയൊക്കെ ഒഴിവാക്കി, അതും വലിയ തലയെക്കെട്ട് കെട്ടിയ വലിയ ആളുകളാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അറിവില്ലാത്തൊരു രീതിയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിന്ന് യഥാർത്ഥ മസ്അലകളൊക്കെ പഠിച്ച് നിർവഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.